നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ടും കുട്ടികളില്ല. അത് നമ്മൾ എന്താണ് ചെയ്യുക? ചിലർ കൃത്യമായി തന്നെ അതിനുവേണ്ടിയുള്ള ചികിത്സ തേടാനായി ഡോക്ടറെ സമീപിക്കും. എന്നാൽ മറ്റു ചിലർ തങ്ങൾക്ക് എന്തോ ദോഷമുണ്ട് എന്ന് കരുതി ഈ പോറ്റിമാരെയും ആപചാരിക്രിയയിൽ നടത്താനും ഒക്കെ തന്നെ ഇറങ്ങിത്തിരിക്കും. അങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ അതിന്റെ അവസാനം ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടമാകുന്ന തരത്തിലാകും എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ടും കുട്ടികളില്ലാത്തതിനാൽ പരിഹാരം തേടി പൂജാവിധികൾ പിന്തുടർന്ന യുവതി കൊടിയ പീഡനത്തിന് പിന്നാലെ മരിച്ചു. ഉത്തർപ്രദേശിലെ അസംഗഡിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കേൾക്കും ഇത് ഉത്തർപ്രദേശിലല്ലേ, നമുക്ക് എന്താ കാര്യമെന്ന്. കേരളത്തിൽ ഇതിനേക്കാൾ ഭീകരമായ പല കർമ്മങ്ങളും ക്രിയകളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്, പൂജാവിധികളും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇതിനു മുമ്പും കേട്ടതുമാണ് കണ്ടതുമാണ്. അനുരാധ എന്ന 35-കാരിയാണ് സ്വയം പ്രഖ്യാപിത താന്ത്രിക ആചാര്യയുടെ നിർദ്ദേശം അനുസരിച്ച് ശുചിമുറിയിലെ വെള്ളമടക്കം കുടിക്കേണ്ടി വന്നത്. സംഭവത്തിൽ ചന്തു എന്ന താന്ത്രിക വിദഗ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2014 വിവാഹിതരായ അനുരാധ മക്കളില്ലാത്തതിന്റെ പേരിൽ ഭർത്താവിന്റെ വീട്ടിൽ വലിയ രീതിയിലുള്ള അപമാനം നേരിട്ടിരുന്നു. ഏത് വിധേനയും കുട്ടികൾ ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അനുരാധ സ്വന്തം വീട്ടിലേക്ക് 1 മാസം മുമ്പ് തിരിച്ചെത്തിയത്. അമ്മയുടെയും അമ്മായിയമ്മയുടെയും നിർദ്ദേശം അനുസരിച്ചാണ് ചന്തുവിന്റെ ചികിത്സാ രീതികൾ യുവതി സ്വീകരിച്ചത്. ഹരിജൻ ബസിത് സ്വദേശിയായ പൂജാരിയായിരുന്നു ഇയാൾ. അനുരാധയുടെ ചികിത്സയ്ക്ക് 1 ലക്ഷം രൂപയാണ് കുടുംബം ഇയാൾക്ക് വാഗ്ദാനം ചെയ്തത്. ഇതിൽ 22,000 രൂപ മുൻകൂറായി ഇയാൾ വാങ്ങുകയും ചെയ്തിരുന്നു. ജൂലൈ 6-ന് അനുരാധയെ ചന്തുവും സഹായികളും ക്രൂരമായി മർദ്ദിച്ചതായി അമ്മ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കക്കൂസിൽ നിന്ന് ശേഖരിച്ച ജലം കുടിക്കാൻ വിസമ്മതിച്ചതിനായിരുന്നു മർദ്ദനം. 35-കാരി ഗർഭിണിയാകാത്തതിൽ കാരണം യുവതിയുടെ ശരീരത്തിൽ കയറിക്കൂടിയ ദുഷ്ട ആത്മാവാണ് എന്നായിരുന്നു അനുരാധയുടെ ബന്ധുക്കളെ ഇയാൾ ധരിപ്പിച്ചത്. ബാധയൊഴിപ്പിക്കാനായി പ്രത്യേക കർമ്മങ്ങളും ചികിത്സകളും വേണമെന്നും ഇയാൾ വിശ്വസിച്ചിരുന്നു. ശക്തിയുള്ള ദുഷ്ടാത്മാവായതിനാൽ തന്നെ ക്രൂരമായ പീഡനം വേണ്ടിവരുമെന്നും ഇയാൾ കുടുംബത്തെ ധരിപ്പിച്ചിരുന്നു. അമ്മയുടെ മുന്നിൽ വെച്ചായിരുന്നു യുവതിയെ പൂജാരി സഹായികൾ മർദ്ദിച്ചത്. കഴുത്തും തലയും വായും പിടിച്ച് പിന്നിലേക്ക് തള്ളി ശുചിമുറി വെള്ളവും അഴുക്കുചാലിലെ വെള്ളവും കുടിപ്പിക്കുകയുണ്ടായിരുന്നു എന്നും പൂജാരിയുടെയും സഹായികളുടെയും ചികിത്സ ഈ രീതിയിലായിരുന്നുവെന്നും അമ്മ പറയുകയാണ്. മണിക്കൂറുകളോളം ക്രൂരത തുടർന്നതോടുകൂടി അനുരാധയുടെ ആരോഗ്യനില വഷളായി. പിന്നാലെ ആശുപത്രിയിലെത്തിച്ച അനുരാധ മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു. യുവതി മരിച്ചതായി വ്യക്തമായതോടുകൂടി പൂജാരിയും സഹായികളും മുങ്ങുകയായിരുന്നു. അനുരാധയുടെ പിതാവിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. ചികിത്സയിലൂടെ അനുരാധയ്ക്ക് സംഭവിച്ചതുപോലെയുള്ള സമാന അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇപ്പോൾ പുറത്താകുന്നത് സത്യത്തിൽ കേട്ടു നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള മൃഗീയമായ പീഡനം. കുട്ടികൾ ഉണ്ടാകാനായിട്ട് ഈ അഴുക്കുചാലിലെ വെള്ളവും ശുചിമുറിയിലെ വെള്ളവും ഒക്കെ തന്നെ കുടിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര മാനസികമായി നിലതെറ്റിയ ആൾക്കാരായിരിക്കാം ആ പൂജാരിയുടെ വേഷത്തിൽ അവിടെ എത്തിയിട്ടുള്ളത് എന്നാണ്. മാത്രവുമല്ല കഠിനമായ ദേഹോപദ്രവമാണ് അയാൾ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ്. അതായത് ദേഹത്തുള്ള ബാധ ഒഴിഞ്ഞു പോകാനായി എത്ര വിധത്തിൽ വേണമെങ്കിലും ഇങ്ങനെയൊന്നും സാധാരണഗതിയിലൊന്നും അടിച്ചാൽ പോരാ, നല്ല പോലെ അടി കൊടുക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അമ്മയ്ക്ക് പോലും ഒന്നും പറയാൻ കഴിയാത്ത സ്വന്തം അമ്മയും പോലും കരുതുന്നത് മകളുടെ ദേഹത്ത് ബാധയുണ്ട്, ആ ബാധ ഒഴിഞ്ഞു പോകട്ടെ എന്നാണ്. എന്നാൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ചെന്നപ്പോൾ ആരോഗ്യപരമായി തളർന്നു വീണതിന് പിന്നാലെയാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എത്രത്തോളം ഭീകരമായിട്ടായിരുന്നു ആ മരണമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. തലയ്ക്കേറ്റ അമിതമായ അടിയാണോ അല്ലെങ്കിൽ തലക്കേറ്റ ആഴമേറിയ അടിയാണോ അല്ലെങ്കിൽ രക്തസ്രാവം ഉള്ളിൽ ഉണ്ടായിരുന്നോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. എന്തായാലും ഈ പൂജാരിയും കൂട്ടാളിയും അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നാടൊന്നടങ്കം ഇപ്പോൾ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. എല്ലാവരും തന്നെ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിലടക്കം എത്തിയിരിക്കുകയാണ്.